പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരിഃ ഓം. ധർമ്മം എന്നുവെച്ചാൽ എന്താണ് ധർമ്മം? രണ്ട് വിഷയമാണ് ഉള്ളത്. ഒന്ന് ജ്ഞാനം, ഒന്ന് ധർമ്മം. ഭാഗവതത്തില് പ്രഹ്ലാദന് നാരദ മഹർഷി ഇത് രണ്ടും ഉപദേശിച്ചു കൊടുത്തു എന്ന് പ്രഹ്ലാദൻ പറയണു. അമ്മയുടെ വയറ്റിലിരിക്കുമ്പോ, ഗർഭത്തിലിരിക്കുമ്പോ തന്നെ ധർമ്മസ്യ തത്വം ജ്ഞാനം ച, ധർമ്മസ്യ തത്വം ജ്ഞാനം ച, ധർമ്മത്തിന്റെ തത്വവും ജ്ഞാനവും നാരദൻ എനിക്ക് ഉപദേശിച്ചു തന്നു എന്ന് പ്രഹ്ലാദൻ പറയുന്നുണ്ട്. അപ്പൊ ധർമ്മം, ജ്ഞാനം, ഇത് രണ്ട് വശം പോലെയാണ് അധ്യാത്മികത്തിന്റെ. ഏത് അധ്യാത്മികത്തിൽ ജ്ഞാനം ഇല്ലാതെ ധർമ്മം മാത്രമുണ്ടോ ആ ധർമ്മത്തിന് കൈതവധർമ്മം എന്ന് പേര്. അതിൽ കാപട്യം ഉണ്ടാവും, കളങ്കം ഉണ്ടാവും. അതാണ് ഭാഗവതത്തിൽ ധർമ്മ പ്രോജ്ജിത കൈതവഹ എന്ന് പറയുന്നത്. ഒരു കാപട്യവും കളങ്കവും ഇല്ലാത്ത ധർമ്മം ഇവിടെ പറയാൻ പോകുന്നു എന്ന് ഭാഗവതം പറയും. ധർമ്മത്തിൽ ജ്ഞാനമില്ലെങ്കിൽ അതിൽ കളങ്കം ഉണ്ടാകും, കാമനകളുണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാവും. അതേപോലെ ജ്ഞാനത്തിൽ ധർമ്മമില്ലെങ്കിൽ ആ ജ്ഞാനം വെറും പരോക്ഷജ്ഞാനമായി, ബുദ്ധിവ്യാപാരമായിരിക്കും. ചിലപ്പോ അത്തരം ജ്ഞാനികൾ അസുരന്മാരായിട്ട് പോലും മാറാം ധർമ്മമില്ലെങ്കിൽ. ഹിരണ്യകശിപുവും മറ്റുമൊക്കെ ജ്ഞാനികളാണ്. അവർക്കൊക്കെ നമ്മൾ പറയുന്ന അധ്യാത്മതത്വമൊക്കെ അറിയാം. പക്ഷെ അവരിൽ ധർമ്മമില്ല, ഭാഗവത ധർമ്മം ഇല്ല. അപ്പൊ ധർമ്മത്തോടുകൂടെ ജ്ഞാനം ചേരുമ്പോഴാണ് ജ്ഞാനം അതിന് ഭാഗവത ധർമ്മമാവുന്നത്, അധ്യാത്മം ആവുന്നത്. അല്ലെങ്കിൽ ധർമ്മം മാത്രമോ ജ്ഞാനം മാത്രമോ ആണെങ്കിൽ സമ്പൂർണമായ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാവില്ല. അപ്പൊ ധർമ്മം എന്താണ്? ജ്ഞാനം ഉള്ള ഒരാൾക്ക്, ജ്ഞാനം എപ്പോ ആത്മാനുഭൂതിയായിട്ട് തീരുന്നു, വാസ്തവത്തിൽ ഭഗവത് അനുഭവമായിട്ട് തീരുമ്പോ അയാളുടെ ചര്യയ്ക്ക് പേരാണ് ധർമ്മം. ഹരി സർവേഷു ഭൂതേഷു ഭഗവാനാസ്ത ഈശ്വരഃ. നാരദ മഹർഷി അതാണ് ധർമ്മം ഉപദേശിക്കുന്നത് പ്രഹ്ലാദന്. അത് പറഞ്ഞിട്ട് വേണം നമ്മളിതിലേക്ക് കടക്കാൻ, ഇനിയുള്ള ശ്ലോകങ്ങളിലേക്ക്. പ്രഹ്ലാദൻ പറഞ്ഞു, എനിക്ക് ധർമ്മവും ജ്ഞാനവും ഉപദേശിച്ചു തന്നു. എന്താണ് ജ്ഞാനം, എന്താണ് ധർമ്മം? ജ്ഞാനത്തിനെ ആന്തരികമായിട്ടും ധർമ്മത്തിനെ ബാഹ്യമായിട്ടും പ്രഹ്ലാദൻ പറയേണ്ടത്. ശരീരം ജന്മാദ്യാഹ ഷഡിമേ ഭാവാഹ ദൃഷ്ടാ ദേഹസ്യ ന ആത്മനഃ. ഈ ശരീരത്തിന് 6 വികാരങ്ങളുണ്ട്. ഇത് നാരദന്റെ ഉപദേശമാണ് പ്രഹ്ലാദന്. നിങ്ങൾക്ക് നേരെ പറഞ്ഞുകൊണ്ട് പോവാം. പക്ഷെ നിങ്ങൾക്ക് പ്രഹ്ലാദൻ, നാരദൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കുറച്ച് ആ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകും. അതിനു വേണ്ടിയിട്ടാണ് ഈ കഥകളിലൂടെ പറഞ്ഞു വരുന്നത്. ജനിക്കുക, ഗർഭത്തിലുണ്ടാവുക, പുറത്ത് ജനിക്കുക, വളരുക, പരിണമിക്കുക, ക്ഷയിക്കുക, നശിക്കുക എന്നുള്ള 6 വികാരങ്ങൾ ദേഹത്തിനുണ്ട്. ഷഡിമേ ഭാവാഹ ദേഹസ്യ ന ആത്മനഃ. നാരദ മഹർഷിയുടെ ഉപദേശമാണ്. ഇത് ദേഹത്തിന് മാത്രമുള്ളതാണ്, ആത്മാവിനുള്ളതല്ല. നാരദൻ ആർക്കാ ഉപദേശിച്ചത്? പ്രഹ്ലാദനല്ല ഉപദേശിച്ചത് പ്രഹ്ലാദന്റെ അമ്മയ്ക്കാണ്. ഗർഭത്തിലെ ശിശുവിനെ വെച്ചുകൊണ്ടിരിക്കുമ്പോ പ്രഹ്ലാദന്റെ അമ്മയ്ക്കാണ് ഉപദേശിച്ചത്. പക്ഷെ ഉപദേശം ഗർഭത്തിലിരിക്കുമ്പോ തന്നെ പ്രഹ്ലാദന് കിട്ടി എന്ന് പ്രഹ്ലാദൻ പറയണം. അപ്പൊ അത് വാചികമല്ല ഉപദേശം. വാചികമാണെങ്കിൽ മനസ്സിലാക്കാൻ ഭാഷ അറിയോ ഗർഭത്തിലുള്ള കുട്ടിക്ക്? ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ? ബുദ്ധി ഡെവലപ്പായിട്ടില്ല, ഭാഷ മനസ്സിലാക്കാനുള്ള ശക്തിയില്ല. അപ്പോ പറയുന്ന ആള് ആ സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് പറയുമ്പോ, നമ്മൾ ഇന്നലെ പറഞ്ഞ ചിത് ശക്തി, സ്ഫോടം, ധ്വനി എന്നൊക്കെ പറഞ്ഞുവല്ലോ, അത് കയാതു ഉറങ്ങിപ്പോയി, കേട്ടുകൊണ്ടിരിക്കുന്ന കയാതു ഉറങ്ങിപ്പോയിട്ടും കൂടെ
ഗർഭത്തിലുള്ള ശിശുവിന് അജ്ഞാനത്തിനെ നീക്കി ജ്ഞാനം ഉണ്ടാക്കി, ആവരണം നീക്കി ജ്ഞാനാനുഭവം ഉണ്ടാക്കി. അതിൽ രണ്ട് കാര്യമാണ് പറഞ്ഞു കൊടുത്തത്. ഒന്ന്, ശരീരം വേറെ, ഞാൻ വേറെ. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന മൂന്നവസ്ഥകളിലും മാറാതിരിക്കുന്ന വസ്തുവാണ് ആത്മാ. ഇതൊക്കെ ഗീത പറയുമ്പോൾ നിങ്ങൾക്ക് പറയാം. ഭാഗവതം പറയുമ്പോൾ സാധാരണ ഇതൊന്നും പറയില്ല. പ്രഹ്ലാദന് നാരദ മഹർഷി വൈകുണ്ഠമൊക്കെ ഉപദേശിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകും. നാരായണനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകും. നമ്മൾ വിചാരിക്കും നാരദൻ എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. കുട്ടിക്ക് ഗർഭത്തിലിരിക്കുമ്പോ നാമസങ്കീർത്തനം ചെയ്യാനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കും നമ്മൾ. ദേഹം 6 വികാരങ്ങളോട് കൂടിയതാണെന്നും ഉള്ളിലുള്ള ബോധത്തിന് 12 സ്വരൂപലക്ഷണങ്ങളെ പറഞ്ഞുകൊടുത്താണ് നാരദൻ ഭാഗവതത്തിൽ പ്രഹ്ലാദനെ ബോധിപ്പിക്കുന്നത്. 6 വികാരങ്ങൾ കൊണ്ട് ജഡത്തിനെ നീക്കുകയും 12 സ്വരൂപലക്ഷണങ്ങൾ കൊണ്ട് ആത്മാവിനെ ഉണർത്തുകയും ചെയ്ത് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകളും ബുദ്ധിക്കാണെന്നും അത് നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തിൽ ഇല്ലെന്നും ബോധിപ്പിച്ച് ബുദ്ധേഹേ ജാഗരണം സ്വപ്നഃ സുഷുപ്തിരിതി വൃത്തയഃ, ഇതൊക്കെ ഭാഗവതത്തിലുള്ളതാണ്, പ്രഹ്ലാദോപദേശമാണ്. അത്രയും പറഞ്ഞുകൊടുത്ത് പ്രഹ്ലാദൻ ജ്ഞാനിയായി. ഈ ഉപദേശം ഇപ്പൊ പറയണ കാര്യം നിങ്ങൾ പക്വമാണെങ്കിൽ, കൽപ്പൂരം ഉണ്ടല്ലോ, കൽപ്പൂരം തീ കൊളുത്തുമ്പോഴേക്കും പിടിക്കും. വിറകാവുമ്പോ കുറച്ചു നേരം കഴിഞ്ഞാൽ പിടിക്കും. വാഴ ഉണ്ണിത്തണ്ടാണെങ്കിൽ ചിലപ്പോ പിടിക്കുകയില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് മനസ്സിലാവില്ല എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ അവര് നമ്മളെയൊക്കെ കാളും നന്നായിട്ട് മനസ്സിലാക്കും. ചെറിയ ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്കേ മനസ്സിലാക്കാമെങ്കിൽ ചെറിയ വലുതാവും തോറും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ. അവരെന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കും. ചെറിയ കുട്ടികൾ ചിലപ്പോ എളുപ്പത്തിൽ മനസ്സിലാക്കും, വലിയവരെക്കാളും നന്നായിട്ട് മനസ്സിലാക്കും. ഇതിന് വലിയ ബുദ്ധിശക്തിയൊന്നും ആവശ്യമില്ല, ചിത്തശുദ്ധി ഉണ്ടായാൽ മതി. ശുദ്ധചിത്തമാണെങ്കിൽ എളുപ്പത്തിൽ പിടികിട്ടും. അപ്പൊ പ്രഹ്ലാദന് നാരദ മഹർഷി ഉപദേശിക്കുമ്പോ തന്നെ ജ്ഞാനമുണ്ടായി. അപ്പൊ ഇനി ലോകത്തിൽ എങ്ങനെ വ്യവഹരിക്കണം? ഈ അനുഭൂതിയെ വ്യവഹാരത്തിൽ കൊണ്ടുവരാനായി ഭാഗവത ധർമ്മത്തിനെ പറഞ്ഞുകൊടുത്തു നാരദൻ. എന്താണ് ഭാഗവത ധർമ്മം എന്ന് വെച്ചാൽ, ഹരി സർവേഷു ഭൂതേഷു ഭഗവാനാസ്ത ഈശ്വര. നീ ഏതൊരു ഹരിയെ ഉള്ളിൽ കണ്ടുവോ, ഏതൊരു ഹരിയെ ഹൃദയത്തിൽ അനുഭവിച്ചുവോ, ആ ഹരി സകല പ്രാണികളിലും സകല ജീവികളിലും ഹൃദയത്തിൽ ഇരിക്കുന്നു. ബ്രാഹ്മണേ പുൽക്കസേ സ്തേനേ ബ്രഹ്മണി അർക്കേ സ്ഫുലിംഗകേ അക്രൂരേ ക്രൂരകേ ചൈക്വ സമദൃക് പണ്ഡിതോ മതഃ പ്രണമേത് ദണ്ഡവത് ഭൂമോ ആശ്വചാണ്ടാള ഗോഖരം. ഇതൊക്കെയാണ് ഭാഗവത ധർമ്മം. ബ്രാഹ്മണനിലും ചണ്ടാളനും കള്ളനിലും കഴുതയിലും നായിലും സകല പ്രാണികളിലും ഹരി ഇരിക്കുന്നു എന്ന് കാണുക. എനിക്ക് കാണാൻ പറ്റണില്ലല്ലോ. കാണാൻ പറ്റണില്ലെങ്കിൽ ഒരു സാധനം പറഞ്ഞു തരാം, അത് കാണാനായിക്കൊണ്ട് വീണ് നമസ്കരിക്കുക എന്നാണ്. എല്ലാത്തിലും ഹരി ഉണ്ട് എന്ന് ഓർത്തുകൊണ്ട് നമസ്കരിക്കുക. പ്രണമേത് ദണ്ഡവത് ഭൂമൗ ആശ്വചാണ്ടാള ഗോഖരം. ഇത് ഭാഗവത ധർമ്മം. വ്യവഹാരത്തിന് ഭാഗവത ധർമ്മം. വ്യവഹാരത്തിന് ഈ ഭാഗവത ധർമ്മത്തിന്റെ കൂട്ടില്ലാതെ അകമേക്ക് ചിലപ്പോ ഞാൻ ബ്രഹ്മമാണ് ആത്മാവാണെന്നൊക്കെ അറിഞ്ഞാലും ചിലപ്പോ അഹങ്കാരിയായി പോവും. ശരീരാഭിമാനം പോവാത്ത ആള് ശരീരമാണ് ഞാൻ എന്ന് ധരിച്ചിരിക്കുമ്പോ ഞാൻ ആത്മാവാണ്, ബാക്കിയുള്ളവരൊന്നും ആത്മാവോ ബ്രഹ്മമോ ഒന്നും അല്ല. ഞാൻ മാത്രം. രാമകൃഷ്ണ പരമഹംസരുടെ ഒരു അമ്മാവനുണ്ടായിരുന്നു, രാംലാലിനോ മറ്റോ ആണ് പേര്. അദ്ദേഹത്തിന് ശ്രീരാമകൃഷ്ണ പരമഹംസരെ എല്ലാവരും നമസ്കരിക്കുന്നതും ആദരിക്കുന്നതും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അദ്ദേഹം പറയും, ഇവൻ സ്കൂളിൽ പാഠശാലയിൽ പഠിക്കേണ്ട കാലത്ത് ഒരു ചുക്കും പഠിച്ചിട്ടില്ല. ഇപ്പൊ കാളികോവില് പൂജയും ചെയ്യാതെ നടന്ന് എന്തൊക്കെയോ ഭ്രാന്ത് കാണിച്ച് ഇയാളുടെ പുറകെ ആളുകൾ കൂടിയിരിക്കുകയാണെന്ന് പറഞ്ഞ് ആദ്യമൊക്കെ കളിയാക്കിയിരുന്നു. പിന്നെ കുറെ കഴിയുമ്പോൾ രാമകൃഷ്ണ പരമഹംസരുടെ മഹിമയൊക്കെ കുറച്ച് അറിഞ്ഞു തുടങ്ങിയപ്പോ അല്പം ബഹുമാനിക്കുകയൊക്കെ ചെയ്യും ചിലപ്പോഴൊക്കെ. പക്ഷെ ശ്രീരാമകൃഷ്ണദേവൻ തന്നെ പറയും, അയാൾക്ക് 2 കാര്യം
കൈ കിട്ടിക്കഴിഞ്ഞാൽ മത്ത് പിടിക്കും അത്രേ, അഹങ്കാരം വന്നു പോകുന്നതാണ്. എന്താന്ന് വെച്ചാൽ അധ്യാത്മരാമായണ അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാം സംസ്കൃതത്തില്. അത് എടുത്തു വെച്ചു കഴിഞ്ഞാൽ പിന്നെ പൊടിയും ഇടും. പൊടിയിട്ട് കഴിഞ്ഞാൽ ഞാൻ മാത്രം ബ്രഹ്മം, പിന്നെ ബാക്കിയുള്ളവരൊന്നും ബ്രഹ്മമല്ല. ശരീരാഭിമാനമുള്ള ഒരാൾക്ക് ജ്ഞാനോപദേശം ചിലപ്പോ തെറ്റായ കേന്ദ്രത്തിൽ, തെറ്റായ ഒരു സെന്ററിൽ, ഒരു നെഗറ്റീവ് സെന്ററിൽ ചിലപ്പോ സ്പർശിച്ചാൽ ഇങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാം. അതിനാണ് ജ്ഞാനത്തിനോട് ചേർത്തി ഭാഗവത ധർമ്മത്തിനെയും ഉപദേശിച്ചു കൊടുക്കണത്. അകമേക്ക് ജ്ഞാനവും വ്യവഹാരത്തിൽ ഉള്ളിൽ കണ്ട ആ ആത്മാ തന്നെ ശരീരതലത്തിലേക്ക് വരുമ്പോ ഭഗവാനാവും. അതാണ് ജ്ഞാനിയിൽ എപ്പോഴും ഭക്തി കൂടിച്ചേർന്ന് കാണുന്നത്. ഉള്ളിൽ ആത്മാവിനെ കണ്ട ജ്ഞാനിക്ക് ആ ആത്മാ തന്നെ ദേഹതലത്തിലേക്ക് വരുമ്പോ ഭഗവാനായി മാറും. ദേഹതലത്തിൽ വന്നിട്ടാണല്ലോ വ്യവഹാരം ചെയ്യണത് ലോകത്തില്. പക്ഷെ താൻ അനുഭവിച്ച സത്യം ഓർമ്മയുണ്ട്. ഇപ്പൊ താൻ എന്നൊരു കൽപ്പന ഉണ്ട്. ഈ കൽപ്പന സുന്ദരമാണെന്നാണ്. ഒരു പരമ അദ്വൈതി അദ്ദേഹം പറഞ്ഞു, ദ്വൈതം മഹാദുഃഖകാരകമാണ്, അദ്വൈതമാണ് സുഖം. പക്ഷെ അദ്വൈത ജ്ഞാനം ഉണ്ടായ ശേഷം പിന്നെ ഒരു ദ്വൈതത്തിലേക്ക് വരും. എന്താ ദ്വൈതം എന്ന് വെച്ചാൽ അറിഞ്ഞ ശേഷം ഒരു കാൽപ്പനികമായ ഒരു ജീവഭാവത്തോടുകൂടെ ലോകത്തിൽ ഇറങ്ങി വന്ന് വ്യവഹരിക്കുമ്പോ ഭക്തിയർത്ഥം കൽപ്പിതം ദ്വൈതം അദ്വൈതാദപി സുന്ദരം എന്നാണ്. ഭക്തിയെ ആസ്വദിക്കാനായിട്ട് ഒരു കൽപ്പിച്ച ദ്വൈതം അങ്ങ് ഞാനും ഒന്ന് തന്നെയാണ്. യാഥാർത്ഥ്യാത്വന്മയസ്യേവഹി മമന വിഭോ വസ്തുതോ ബന്ധമോക്ഷൗ മായാ വിദ്യാതനുഭ്യാം തവതു വിരചിതൗ സ്വപ്നബോധോപമൗതൗ ബദ്ധേ ജീവദ്വിമുക്തിം ഗതവതി ച ഭിദാം താവതീ താവദേകാം ഭുങ്ക്തേ ദേഹദ്രുമസ്ഥഃ വിഷയഫലരസാന്നാപരോ നിർവ്യഥാത്മാ യാഥാർത്ഥ്യാത് ത്വന്മയസ്യേവ ഹി മമന വിഭോ വസ്തുതോ ബന്ധമോക്ഷൗ. ഭട്ടതിരി ഭാഗവത സംഗ്രഹം, ഏകാദശ സംഗ്രഹം ചെയ്യാണ്. അപ്പൊ നാരായണീയത്തിൽ പറയാണ്, ഗുരുവായൂരപ്പ യഥാർത്ഥത്തിൽ ഞാനും അങ്ങും ഒന്ന് തന്നെ, യാതൊരു ബന്ധവും മോക്ഷവും ഒന്നും ഇവിടെ ഇല്ല, അതൊക്കെ കൽപ്പനയാണ്. ആത്മാ നിത്യമുക്തമാണ്, ഇവിടെ ബന്ധമേ ഇല്ല. മായ കൊണ്ടും അവിദ്യ കൊണ്ടും ഉണ്ടാവുന്നതാണ്. അങ്ങ് മായയെ വെച്ചുകൊണ്ട് കളിക്കണു, ഞാൻ അവിദ്യയിൽ കുടുങ്ങിയിട്ട് ജീവനാണെന്ന് ധരിച്ചിരിക്കുന്നു. എന്നിട്ട് സുഖവും ദുഃഖവും അനുഭവിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ പെട്ടുകിടക്കുന്നു. പക്ഷേ വാസ്തവ സത്യം അറിയുമ്പോഴോ ഭഗവാൻ വേറെയല്ല, ഇതിനകത്തുള്ള ജീവൻ വേറെയല്ല. മത്പ്രാണനും പരനും ഒന്നെന്നുറപ്പവർക്ക് തത്പ്രാണദേഹവും അനിത്യം കളത്രധനം. സ്വപ്നാദിയിൽ പലത് കണ്ടിട്ടുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ നമഃ. സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ആൾക്ക് സ്വപ്നം അപ്പം അറിയണ പോലെ സത്യദർശിയായ ജ്ഞാനിക്ക് അപ്പൊ പ്രപഞ്ചവും പറഞ്ഞു, ജഗത്തും പറഞ്ഞു, ജഗത്തിനെ ഭരിക്കുന്ന ഒരാളും പറഞ്ഞു. ഒരേ ഒരു വസ്തുവേ ഉള്ളൂ, രണ്ടില്ല. പക്ഷെ അത് അറിഞ്ഞ ശേഷം ശരീരതലത്തിലേക്ക് വന്ന് വ്യവഹരിക്കുമ്പോ ജഗത്ത് മുഴുവൻ ഭഗവാന്റെ സ്വരൂപവും താൻ കണ്ട ആത്മവസ്തു തന്നെ ഭഗവാനുമായി തീരുമ്പോ അവിടെ ഒരു ഭക്തിയർത്ഥം കൽപ്പിതം ദ്വൈതം, ഭക്തിക്കായിക്കൊണ്ട് ഒരു ദ്വൈതം. ആ ദ്വൈതത്തിനനുസരിച്ച് ലോകത്തിൽ വ്യവഹരിക്കുമ്പോ ഭാഗവതധർമ്മം വന്നു പോകുന്നു. അവിടെയാണ് ഭാഗവതധർമ്മം. ആ ഭാഗവതധർമ്മത്തിന്റെ ലക്ഷണമാണ് ഭക്തിയോഗം എന്ന തലക്കെട്ടിൽ 12ാം അധ്യായത്തിൽ ഗീതയിൽ പറയണത്. ഭാഗവതധർമ്മത്തിന്റെ ലക്ഷണമാണ് 13ാമത്തെ അധ്യായത്തിൽ ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിൽ ജ്ഞാനിയുടെ ലക്ഷണമായിട്ട് പറയണത്. ഭാഗവതധർമ്മത്തിന്റെ ലക്ഷണമാണ് സ്ഥിതപ്രജ്ഞയോഗമായിട്ടും പറഞ്ഞത്. ഒക്കെ ഭാഗവതധർമ്മമായി ഭാഗവതം പറയുന്നു. ഭക്തി എന്ന് പറയുമ്പോ ജ്ഞാനിയുടെ ഭക്തി അതാണ്, ഉയർന്ന ഭക്തി. ജഗത്ത് മുഴുവൻ ഭഗവാനായി കണ്ടുകൊണ്ട് ശരണാഗതി ഭാവം വരുന്നു. ഇത് ഭാഗവതധർമ്മം. ആ ജ്ഞാനിയുടെ ദർശനം സാധകന്മാർക്ക് വഴികാട്ടിയായും തീരുന്നു. എന്തിനാണ് ജ്ഞാനിയുടെ ലക്ഷണത്തിനെയും ദർശനത്തിനെയും ഒക്കെ സാധാരണ ആളുകൾ അറിയണത്? സാധാരണ ആളുകൾക്ക് അതുകൊണ്ട് എന്തു പ്രയോജനം എന്ന് വെച്ചാൽ, ജ്ഞാനി പറയുന്നു ഇതൊക്കെ ഭഗവാനാണ്, സകലതും വാസുദേവ സർവം എന്ന് പറയുമ്പോ അയാളുടെ ദർശനത്തിന്റെ ഒരു രസം നമുക്ക് അടുത്തിരുന്ന് പകർന്നു കിട്ടും. അടുത്തിരുന്ന് അല്പം പകർന്നു കിട്ടും. ജഗത്ത് മുഴുവൻ ഭഗവത് സ്വരൂപമായി കാണുന്ന ജ്ഞാനിയുടെ ഭാവതലത്തിലേക്ക് സാധാരണ ആളുകൾക്ക് ഉയരാൻ വിഷമമുണ്ടെങ്കിലും
കുറെ കഴിയുമ്പോൾ ആ രസം നമുക്ക് കുറച്ച് പകർന്നു കിട്ടും. ചിന്മയാനന്ദ സ്വാമി ഒരിടത്ത് അദ്ദേഹത്തിന്റെ ഗുരു തപോവൻ മഹാരാജിനെ കുറിച്ച് പറയുന്നുണ്ട്. തപോവൻ സ്വാമികൾ ഹിമാലയത്തിൽ പോയിട്ട് ചുവട്ടിലേക്ക് വന്നിട്ടേ ഇല്ല, ഒരു വ്യവഹാര കാര്യങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല. അപ്പോ ഒരിക്കൽ തപോവനം മഹാരാജന്റെ കൂടെ ഇദ്ദേഹം പോകുമ്പോ സ്വാമി ചിന്മയാനന്ദൻ അന്ന് സന്യാസം എടുത്ത് അദ്ദേഹത്തിന്റെ ചുവട്ടിൽ കുറച്ചു കാലം പഠിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ പോകുമ്പോ തപോവന സ്വാമികൾക്ക് എവിടെ നോക്കിയാലും എന്തു നോക്കിയാലും ഹിമാവൃതമായ മലകളും ഹിമാലയവും ഒക്കെ ബ്രഹ്മമാണ്, അതൊക്കെ പരമാത്മസ്വരൂപമാണ്. അദ്ദേഹത്തിന്റെ ഹിമഗിരി വിഹാരം വായിച്ചാൽ നമുക്ക് കാണാം. അദ്ദേഹം പറയണത് എനിക്ക് അസംപ്രജ്ഞാത സമാധിയൊന്നും ആവശ്യമില്ല എന്നാണ്. കണ്ണ് അടച്ചിരുന്നിട്ട് ഒരു സമാധിയൊന്നും ആവശ്യമില്ല. കണ്ണു തുറന്ന് നിൽക്കുമ്പോ തന്നെ ബ്രഹ്മമാണ്. ജഗത്ത് മുഴുവൻ പരമാത്മസ്വരൂപമാണ്. ഇത് ഉള്ളില് ആത്മദർശനം നേടിയ ജ്ഞാനിയുടെ ബാഹ്യദർശനമാണ്. അദ്ദേഹം പാലക്കാട്ടിൽ വീട്ടിലിരിക്കുമ്പോ തന്നെ ആത്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞു. എന്നിട്ടാണ് ഹിമാലയത്തിലേക്ക് പോയത്. അതാണ് ഏറ്റവും നല്ല സന്യാസം. അതിന് വിദ്വത് സന്യാസം എന്ന് പറയും. ചാടിക്കയറി ആദ്യം പഠിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുമ്പോ തന്നെ ഒരു സന്യാസത്തിന് പുറപ്പെട്ടിട്ട് അരയും കുറവായി പഠിച്ചിട്ട് സന്യാസധർമ്മത്തിനും മറ്റും ഒക്കെ അപകീർത്തി ഉണ്ടാക്കരുത്. അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുമ്പോ തന്നെ ചിപ്പുക്കുട്ടി നായർ എന്ന് പേര് അദ്ദേഹത്തിന്. പാലക്കാട് സുബ്രഹ്മണ്യൻ എന്നാണ് പേര് അദ്ദേഹം എഴുതുന്നത്. പക്ഷെ അവിടെയൊക്കെ വിളിച്ചിരുന്നത് അങ്ങനെയാണ്. അദ്ദേഹം വീട്ടിലിരിക്കുന്ന കാലത്ത് തന്നെ കുറെ കാലത്തെ തപസ്സിലൂടെ ഏകദേശം 30ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രം, എല്ലാവരും പഴയ മലയാളമാണ്, വായിക്കാൻ കുറെ വിഷമാണ്, എങ്കിലും കിട്ടുമെങ്കിൽ വായിച്ചു നോക്കുക. ഈശ്വര ദർശനം അഥവാ തപോവന ചരിതം. മൃഡാനന്ദ സ്വാമിയാണ് അത് വിവർത്തനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ലളിതമായിരിക്കും സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക്. അതില് സ്വാമികൾ പറയുന്നുണ്ട് വീട്ടിലിരുന്ന് എങ്ങനെ സാധന ചെയ്തു, എങ്ങനെ തപസ് ചെയ്തു, എങ്ങനെ വേദാന്ത വിചാരം ചെയ്തു. അത് കുറെ ശാസ്ത്രം പഠിച്ച ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ഭാഷ മനസ്സിലാവുള്ളൂ. കുറച്ച് വിഷമുണ്ട്. എന്നാലും അദ്ദേഹം ഗൃഹത്തിലിരിക്കുമ്പോ തന്നെ ആത്മവിചാരം ആഴത്തിൽ ചെയ്ത് സ്വയം ത്രിപുടി നീങ്ങിയ സത്യദർശനം ഉണ്ടായിട്ടുണ്ട്. ആ സത്യദർശനത്തിനെ ദൃഢമാക്കി തീർക്കാൻ വേണ്ടി സന്യാസമൊക്കെ വാങ്ങിച്ച് അദ്ദേഹം ഹിമാലയത്തിലേക്ക് പോയി. അത്രയേ ഉള്ളൂ. അവിടെ സകലതും ഭഗവത് സ്വരൂപമായി കണ്ട് അദ്ദേഹം ആനന്ദിച്ച് ചിലപ്പോഴൊക്കെ ഹിമവെട്ടാതെ ഹിമവാനെ നോക്കി കണ്ണീര് വിട്ടുകൊണ്ട് നിൽക്കുമ്പോ ചിന്മയാനന്ദ സ്വാമി എഴുതിയിട്ടുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല. അദ്ദേഹം എന്താ കാണുന്നത്, അദ്ദേഹത്തിന്റെ ഭാവം എന്താണ്, അദ്ദേഹം എന്തിനെ കണ്ടിട്ടാണ് ഇത്ര ആസ്വദിക്കുന്നത്, അദ്ദേഹത്തിന് ഇത്രയധികം രോമാഞ്ചം ഉണ്ടാവാൻ കാരണം എന്താ എന്നൊന്നും മനസ്സിലാവാതെ ഞാൻ അദ്ദേഹത്തിന്റെ പുറകെ നിൽക്കുമായിരുന്നു. വാർദ്ധക്യമാവുമ്പോ വയസ്സുകാലത്ത് സ്വാമി ചിന്മയാനന്ദൻ എഴുതിയ ആർട്ടിക്കിളാണത്. അതിൽ പറയുന്നു ഇപ്പൊ എനിക്ക് കുറച്ച് മനസ്സിലാവുന്നു അദ്ദേഹം എന്താണ് കണ്ടിരുന്നത് പുറത്ത്. ആ ദർശനം, അങ്ങനെ സകലത്തിലും ഭഗവാനെ കാണുന്ന ആ ദർശനം, ആ ദർശനത്തിനെ ജ്ഞാനികൾ നമുക്ക് പകർന്നു തരുമ്പോ നമുക്കത് ഉപാസനയായിട്ട് മാറും. അവർക്കേത് സിദ്ധിയോ അവർക്കേത് സദാ സഹജമോ അത് ഭക്തന് അഥവാ സാധകന് ഉപാസനയായിട്ട് മാറുകയും നമ്മൾ അതിനനുസരിച്ച് നമുക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നുമ്പോ ദേഷ്യപ്പെടരുത്, അതിനകത്ത് ഭഗവാനുണ്ട് എന്ന് ഓർമ്മിക്കുകയാണ്. പണ്ടത്തെ കാലത്ത് മുത്തശ്ശിമാര് കുട്ടികള് നിലത്ത് ആഞ്ഞൊന്ന് ചവിട്ടിയാ പറയും ഭൂമിദേവിയാണ്. വെള്ളത്തിൽ തുപ്പിയാൽ പറയും തുപ്പരുത്, ഗംഗയാണ്. അനാവശ്യമായി ഒരു ചെടി പറിച്ചു കളയരുത്, ഒരു പ്രാണിയെ ഹിംസിക്കരുത്, എല്ലാറ്റിലും ഭഗവാനുണ്ട്. ഇതൊക്കെ ഓരോ വീടുകളിലും സഹജമായി തീർന്നിരുന്നതാണ് ഈ ഭാഗവതധർമ്മം. ഇതൊക്കെ എവിടുന്ന് വന്നു? ഇതൊക്കെ ഈ ഭാഗവത കഥാശ്രവണം കൊണ്ടും രാമായണ കഥാശ്രവണം കൊണ്ടും അറിഞ്ഞും അറിയാതെയും മുത്തശ്ശിമാരിലും അവരും ഇവരിലും ഒക്കെ ചെവിയിലിറങ്ങി. മുത്തശ്ശിമാര് വേണം കുട്ടികൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ. മുത്തശ്ശിമാരെയൊക്കെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കിയാൽ പ്രഭാഷണം കൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാവില്ല. അവരിലൂടെ വേണം കുട്ടികൾക്കിത് വരാൻ. അങ്ങനെ ജനങ്ങളിൽ ഈ ഭാഗവതധർമ്മത്തിന്റെ അല്പരുചിയെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ ധർമ്മബോധം ഉണ്ടാവും. അവർക്കിതിന്റെ അനുഭൂതി ഇല്ലെങ്കിലും വ്യവഹാരം ഉണ്ടാവും. അനുഭൂതി ഇല്ലെങ്കിലും വ്യവഹാരത്തിൽ ആരെയും ഹിംസിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യുന്നതൊക്കെ പോവുകയും ക്രമേണ ആ വ്യവഹാരശുദ്ധി കൊണ്ട് തന്നെ പതുക്കെ ആ അനുഭൂതി തലത്തിലേക്കുള്ള മാർഗം ലളിതമായിരിക്കുകയും ചെയ്യും. അവിടെയാണ് ഇതൊക്കെ.
നമുക്ക് പരമ്പരയാ ചിലതൊക്കെ കിട്ടിയിട്ടുണ്ട്. പരമ്പരയാ മാംസഭക്ഷണമില്ലാത്ത ഒരു പരമ്പര, ആരെയും ഹിംസിക്കാത്ത ഒരു പരമ്പര, ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൂടിയൊക്കെ ഇരിക്കുന്ന പരമ്പര. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അതിൽ മാർഗം ലളിതമാണ്. പക്ഷെ അതിനെ ഉപയോഗപ്പെടുത്തണോ ഇല്ലയോ എന്നുള്ള കാര്യം പറയാം. മാർഗം ലളിതമാണ്, മുമ്പിൽ ഇങ്ങനെ തുറന്നു കിട്ടിയിരിക്കുന്നു ഇതൊക്കെ. പക്ഷെ ഇതാണ് ധർമ്മം. ധർമ്മം എന്ന് വെച്ചാൽ ഭഗവാനെ, ഉള്ളിലുള്ള സത്യത്തിനെ കണ്ടെത്താൻ സത്യദർശികളായ ജ്ഞാനികൾ വെളിയിൽ നടത്തി കാണിച്ചിട്ടുള്ള വഴികളാണ് ധർമ്മം. അവർക്കത് സഹജമാണ്, നമുക്കത് സാധനയാണ്. നമുക്കത് മാ ഹിംസ്യാത്, ആരെയും ഹിംസിക്കരുത് എന്നൊക്കെ ഉള്ളതൊക്കെ ധർമ്മമാണ്. ആ ധർമ്മം ആളുകൾ അനുസരിക്കാതെ വരുമ്പോ ആസുരീഭാവം ജനങ്ങളിൽ കൂടുതലാകുമ്പോ, കാമവും ക്രോധവും ലോഭവും മോഹവും മതവും മാത്സര്യവും കൂടുമ്പോ, ധർമ്മത്തിന്റെ ട്രാക്ക് വിട്ട് പുറത്ത് ചവിട്ടുമ്പോ, ധർമ്മം മുമ്പിൽ ഉണ്ടെങ്കിലും ചെയ്യില്ല. വ്യാസഭഗവാൻ അതാണ് കരയണത്. ധർമ്മം പ്രസംഗാദപിനാചരന്തി പാപം പ്രയത്നേന സമാചരന്തി ആശ്ചര്യമേതദ്ധി മനുഷ്യലോകെ അമൃതം പരിത്യജ്യ വിഷം പിബന്തി. മഹാഭാരതത്തിൽ വ്യാസഭഗവാന്റെ വചനമാണ്. ധർമ്മം എളുപ്പമായി മുമ്പിൽ വന്ന് നിന്നാലും ചെയ്യില്ല എന്നാണ്. ഭിക്ഷക്കാരൻ നമ്മൾ തേടിക്കൊണ്ടൊന്നും പോകണ്ട, വീട്ടിന് മുമ്പിൽ വന്ന് നിൽക്കണു. അയ്യാ എന്ന് ചൊല്ലുവാ, ഒന്നുമില്ല ഇപ്പോ എവിടെ ഒന്നുമില്ലേ ചൊല്ലിയിട്ട് ഒന്നുമില്ലായി കയടുത്ത് അഗ്രഹാരങ്ങളിലെല്ലാം. ധർമ്മം പ്രസംഗാദപിനാചരന്തി. എന്തെങ്കിലുമൊക്കെ മുമ്പിൽ വരുമ്പോ എത്ര കൊടുക്കാൻ പോണു നമ്മളല്ലേ? 1 ഉറുപ്യ. അതുകൂടെ സംശയം ചിലപ്പോ. നമുക്ക് ഭഗവാൻ തരുന്നതിന് കണക്കേ ഇല്ലല്ലോ. ഇത് കൃപാനന്ദ വാര്യർ എന്താറേ ഒരു കഥ ചൊല്ലുവാർ. ഒരു തമിഴില് പ്രഭാഷണം ചെയ്തിരുന്ന ഒരാളാണ്, ഒരു മൃഗഭക്തൻ. അദ്ദേഹം ഒരു കഥ പറയും. ഒരാള് തിരുത്തണിയിൽ മുരുകന്റെ അടുത്ത് പോയി. ഒരു കുട്ടി സ്കൂളിൽ നല്ല മാർക്ക് കിട്ടണം എന്ന് മുരുകന്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോ നല്ല മാർക്കോടെ പാസ്സായി. അത് കഴിഞ്ഞ് 10ാം ക്ലാസ്സില് നല്ല മാർക്കോടെ സ്കൂളിലെ ഫസ്റ്റ് ആയിട്ട് വരണം എന്ന് പ്രാർത്ഥിച്ചു, പാസ്സായി. നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടണം എന്ന് പിന്നെയും പോയി പ്രാർത്ഥിച്ചു, നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടി. അവിടെയും ഫസ്റ്റായിട്ട് പാസ്സാവണം എന്ന് പ്രാർത്ഥിച്ചു, ഫസ്റ്റായിട്ട് പാസ്സായി. അത് കഴിഞ്ഞ് വലിയ ജോലി, ആശിച്ച ജോലി തന്നെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു, ജോലി കിട്ടി, നല്ല ശമ്പളം. ജോലി കിട്ടിയ സ്ഥലം വേറെ എവിടെയോ ആണ്, അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടണം എന്ന് പ്രാർത്ഥിച്ചു. നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. ഇനിയിപ്പോ എന്താ, നല്ല ജോലിയായി, വീട്ടിൽ ട്രാൻസ്ഫർ ആയി. ഇനി തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു കുട്ടിയെ കല്യാണം കഴിക്കണം എന്ന് പ്രാർത്ഥിച്ചു, കല്യാണം കഴിച്ചു. പിന്നെ പറഞ്ഞു, മുരുക എത്ര കാലമായി ഞങ്ങൾ ഇങ്ങനെ 2 പേരും മാത്രമായി വരണം, ഒരു കുട്ടി ഉണ്ടാവണം, അത് ആൺകുട്ടിയായിട്ട് ജനിക്കണം. പ്രാർത്ഥിച്ചു, ആൺകുട്ടി ഉണ്ടായി. ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് സുഭിക്ഷമായിരിക്കുമ്പോ, നല്ല ശമ്പളമുണ്ട്, നിറയെ പണമുണ്ട്, കുടുംബമൊക്കെ നന്നായിരിക്കണു. അപ്പൊ ഇയാൾക്ക് കുറച്ച് ദാനം ചെയ്യണം തോന്നിയത്രേ. അപ്പൊ കയ്യിലൊരു പർസില് കുറെ 1 ഉറുപ്യ കോയിനും ഒക്കെ വെച്ച് എവിടെയോ റെയിൽവേ സ്റ്റേഷനിൽ എവിടെയോ പോകുമ്പോ കുറെ ഭിക്ഷക്കാരൻ എല്ലാരും വരുമെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ചെവി കേൾക്കാത്ത ഒരുത്തം വന്നു, 1 ഉറുപ്യ കൊടുത്തു. കണ്ണു കാണാത്ത ഒരുത്തം വന്നു, അവന് 1 ഉറുപ്യ കൊടുത്തു. നടക്കാൻ വയ്യാത്ത ഒരാൾ നോണ്ടി നോണ്ടി വന്നു, അയാൾക്ക് 1 ഉറുപ്യ കൊടുത്തു. ഊമ, വർത്തമാനം പറയാൻ വയ്യാത്ത ആള് വന്നു, 1 ഉറുപ്യ കൊടുത്തു. വയസ്സായിട്ട് ഒരാൾ വന്നു, 1 ഉറുപ്യ കൊടുത്തു. ഇങ്ങനെ കുറെ എണ്ണം. എല്ലാവർക്കും ഓരോ ഉറുപ്യ കൊടുത്തു. കുറെ കഴിഞ്ഞപ്പോ ഈ വാങ്ങിയ ആള് തന്നെ ഒരാൾ തിരിച്ചു വന്നു. നീയല്ലേ വാങ്ങിയത് കുറച്ചു മുമ്പ് ചോദിച്ചു, കോപിച്ചു. അപ്പൊ അദ്ദേഹം പറയാണ്, എല്ലാവർക്കും ദാനം കൊടുത്ത ആള് വാങ്ങിയവനെ 2ാമത്തെ പ്രാവശ്യം വരുമ്പോ നിനക്ക് ദേഷ്യം വരും. ധർമ്മത്തിലാണ് കോപം ഇരിക്കുന്നത്. ഇതാണ് കൈതവ ധർമ്മം. നീ പോയവനെ എത്ര പ്രാവശ്യം മുരുകന്റെ അടുത്ത് പോയി? സ്കൂളിൽ പഠിക്കണ പാസ്സാകണ കാലം മുതൽ കുട്ടി ഉണ്ടാവണ വരെ മുരുകന്റെ അടുത്ത് പോയാളെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ബോറടിക്കാതെ നിനക്ക് അനുഗ്രഹം ചെയ്തു. അപ്പോ നിനക്ക് മാത്രം ഒരാള് വാങ്ങിയ ആള് 2ാമത്തെ പ്രാവശ്യം വരുമ്പോഴേക്കും ധർമ്മമൊക്കെ പോയി ദേഷ്യം വരുന്നു, കോപം വരുന്നു.
ധർമ്മത്തിൽ തന്നെ കോപമുണ്ട്, ദ്വേഷം വരും, കോപം. ഇതാണ് കൈതവധർമ്മം എന്ന് പറയുന്നത്. നമ്മൾ ഭഗവാന്റെ അടുത്ത്, ഭഗവാൻ നമ്മളുടെ അടുത്ത് എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ നമുക്ക് ലോകത്തിനോട് ഇരിക്കാൻ കഴിയുമെങ്കിൽ. വിവേകാനന്ദ സ്വാമികൾ ഒരിടത്ത് പറയുന്നു, ഭഗവാൻ എങ്ങനെ മറഞ്ഞിരുന്ന് നമുക്ക് വേണ്ടതൊക്കെ തരുന്നുവോ അതുപോലെ മറഞ്ഞിരുന്ന് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കണം എന്നാണ് സമൂഹത്തിന്. അല്ലാതെ മുമ്പിൽ വന്നിട്ട് പേപ്പറിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ടല്ല. ഭഗവാൻ എങ്ങനെ മറഞ്ഞിരുന്ന് എല്ലാം ചെയ്യുന്നുവോ അതുപോലെ മറഞ്ഞിരുന്ന് ലോകത്തിന് വേണ്ടതൊക്കെ ചെയ്തിട്ട് മറഞ്ഞു പോവുക. അതാണ് ധർമ്മസൂക്ഷ്മം. ആ ധർമ്മസൂക്ഷ്മം നമുക്ക് കാണിച്ചു തരാനാണ് മഹാത്മാക്കളൊക്കെ വന്ന് അവരുടെ ചര്യയെ കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈശ്വരൻ ഓരോ ജീവനിലും ഉണ്ട് എന്ന് അറിഞ്ഞുള്ള വ്യവഹാരത്തിന് പേരാണ് ധർമ്മം. പക്ഷെ ആ ധർമ്മം പ്രസംഗാതപിന ആചരന്തി, മുമ്പിൽ വന്നുപെട്ടാലും ചെയ്യുന്നില്ല അത്രേ. പാപം ചെയ്യാൻ എളുപ്പമൊന്നുമല്ല, മഹാബുദ്ധിമുട്ടാണ്. ധർമ്മം ചെയ്യാൻ എന്താ വിഷമം? ഒരാൾക്ക് 1 ഉറുപ്പിക കൊടുക്കാൻ വിഷമമൊന്നുമില്ല, ഊണ് കൊടുക്കാൻ വിഷമമൊന്നുമില്ല. വീട്ടിൽ പാചകം ചെയ്തിട്ട് കുറച്ച് അരി അധികം കൊടുക്കണോ, അത്രേ ഉള്ളൂ, കൊടുത്താൽ വിഷമമൊന്നുമില്ല. പക്ഷെ ഒരാളെ കുത്താനോ കൊല്ലാനോ ബസ്സിൽ കല്ലെറിയാനോ ഇതിലൊക്കെ ഒരുപാട് ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യണം. അതാണ് പാപം പ്രയത്നേന സമാചരന്തി എന്നാണ്. മെനക്കിട്ട് പാപം ചെയ്യണു അത്രേ. ആശ്ചര്യമേതധി മനുഷ്യലോകെ അമൃതം പരിത്യജ്യ വിഷം പിബന്തി. ഈ ആശ്ചര്യം എന്താന്ന് വെച്ചാൽ, അമൃതം ഒരു പാത്രത്തിൽ കൊണ്ടുവച്ചാൽ അതിനെ തൂത്തുകളഞ്ഞിട്ട് വിഷം വില കൊടുത്ത് വാങ്ങി കുടിക്കണമെന്ന്. കിണറ്റിൽ വെള്ളം ഉണ്ടെങ്കിലും കുടിക്കാതെ പെപ്സിയും കൊക്കക്കോലയും ഒക്കെ വാങ്ങി കുടിക്കണ പോലെ അമൃതം പരിത്യജ്യ വിഷം പിബന്തി. അമൃതത്തിനെ കളഞ്ഞിട്ട് വിഷം കുടിക്കും. അപ്പൊ ഈ ഒരു സ്ഥിതി സമൂഹത്തിൽ അപ്പാടെ പരക്കുന്നതാണ് ധർമ്മഗ്ലാനി എന്ന് പറയണത്. എന്നുവെച്ചാൽ ഒരാൾക്ക് സ്വയം അധ്യാത്മപഥത്തിൽ സഞ്ചരിക്കണം എന്ന് വരുമ്പോ സമൂഹം അപുരുഷാർത്ഥ സംബന്ധിയാണെന്ന് കാണുന്നു അയാള്. സമൂഹം പുരുഷാർത്ഥ സംബന്ധിയായിട്ടിരിക്കുകയാണെങ്കിൽ, ആചാര്യസ്വാമികളുടെ വാക്കാണ്, അപുരുഷാർത്ഥ സംബന്ധിനോയം ലോകഃ. സമൂഹം പുരുഷാർത്ഥ സംബന്ധിയായിട്ടിരിക്കുമ്പോ എനിക്ക് ആ മാർഗത്തിൽ നടക്കാൻ വിഷമമൊന്നുമില്ല. എവിടെയും വേദഘോഷം നടക്കുന്നു, ഒരിടത്ത് ഭഗവത്ഗീത വായിക്കുന്നു, ശാസ്ത്രം പഠിച്ച ആളുകളുണ്ട്, എല്ലാവരും അനുഷ്ഠാനത്തോടുകൂടെ ഇരിക്കുന്നു, തപസ്സോടുകൂടെ ഇരിക്കുന്നു. അതിന്റെ നടുവിൽ പോയാൽ വളരെ എളുപ്പത്തിൽ ഞാൻ മുന്നോട്ട് പോകും. പക്ഷെ നോക്കുമ്പോ ഇവിടെ ഗവൺമെന്റിന്റെ നിയമവും കുടുംബ സാഹചര്യവും അടുത്തുള്ളവരും എല്ലാരും ലോകമാണ് സത്യമെന്നും പണം സമ്പാദിക്കുന്നതാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്നും ഭോഗമനുഭവിക്കലാണ് സുഖത്തിനുള്ള വഴിയെന്നും അതിന് വിപരീതമായിട്ട് ആരെങ്കിലുമൊക്കെ പോയാൽ അവൻ ഭ്രാന്തനാണെന്നും സമൂഹദ്വേഷിയാണെന്നും അവൻ സമൂഹത്തിന് സേവ ചെയ്യണമെന്നും അവനെയും കൺവിൻസ് ചെയ്ത് ഏകാന്തപഥികനായി ഭജനവും ഭക്തിയുമായി നടക്കുന്ന ആളെ കൊണ്ടുവന്ന് ആസ്പത്രിയും സ്കൂളും കെട്ടിച്ചാലേ അയാൾ ഭക്തനായും ജ്ഞാനിയായും ഞങ്ങൾ അംഗീകാരം കൊടുക്കുള്ളൂ എന്ന് അവരെയും ബോധിപ്പിച്ച് അവരെയും വഴിതെറ്റിച്ച് നമ്മളുടെ മാർഗത്തിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോ ധർമ്മഗ്ലാനിയായി. ആസ്പത്രി വേണം, സ്കൂള് വേണം, എല്ലാം വേണം. അതൊക്കെ ആര് ചെയ്യേണ്ടതാണ്? ആർക്കാണോ ആവശ്യം ആ സമൂഹത്തിലുള്ളവർ അത് ചെയ്യണം. എല്ലാം വേണം. ഇഷ്ടാപൂർത്ത കർമ്മം എന്ന് ഋഷികൾ ഇതിനൊക്കെ വഴിവെച്ചിട്ടുണ്ട്. സാധാരണ നമ്മളെ പോലെ ഗൃഹസ്ഥന്മാർ പണം സമ്പാദിക്കണു, നമ്മൾ അതിന് സമയം കണ്ടെത്തി ചെയ്യണം. എത്രയോ കോടിക്കണക്ക് മനുഷ്യരിൽ 1 or 2 ആളുകളെ ഉണ്ടാവുള്ളൂ അധ്യാത്മമാർഗത്തിലേക്ക് വരുന്നവർ. അവര് അധ്യാത്മമാർഗത്തിൽ ശുദ്ധമായി ഇരുന്ന് അന്തർമുഖമായി സത്യസാക്ഷാത്കാരം നേടിയ ലോകത്തിന് മുഴുവൻ മംഗളം ഉണ്ടാവും. അവരെയും തിരിച്ചു വലിച്ചു കൊണ്ടുവന്ന് നിങ്ങൾ അങ്ങനെ ഏകാന്തത്തിൽ ഇരുന്നാലൊന്നും പറ്റില്ല, എവിടെ വരൂ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചുകൊണ്ട് വരുന്നതുണ്ടല്ലോ. ഇതാണ് മായയുടെ ജപ്പടി വിത്തൈ. ജപ്പടി വിത്തൈ കற்று இப்படி മയക്കുവിട്ട് ഉരുപ്പടും വിത്തൈ കാട്ട് അരുണാചല. ഈ ഇന്ദ്രജാലമൊക്കെ ഇട്ട് ഞങ്ങളെ കളിപ്പിക്കാതെ ഭഗവാനെ ഉരുപ്പടും വിത്തൈ കാട്ട് അരുണാചല, രക്ഷപ്പെടാനുള്ള വഴി കാണിച്ചു തരൂ ഭഗവാനെ, രക്ഷപ്പെടാനുള്ള മാർഗം തുറന്നു തരൂ ഭഗവാനെ. അപ്പൊ രക്ഷപ്പെടാൻ എവിടെയെങ്കിലുമൊക്കെ യോഗമുള്ള ഒരാള്, പക്വിയായ ഒരാൾക്ക് ആ പക്വമായ ആ മാർഗത്തിൽ സഞ്ചരിക്കാൻ വിഘ്നം വരുമ്പോ അയാളെ മുന്നോട്ടു പോവാൻ സമൂഹ നിയമവും കുടുംബവും അംഗീകരിച്ചിരിക്കുന്ന
മൂല്യങ്ങളും വിദ്യാഭ്യാസ സമ്പ്രദായവും എല്ലാം വിരോധമായിട്ടിരിക്കുമ്പോ, ഒരു ജീവൻ സ്വപ്രയത്നം കൊണ്ട് മുന്നോട്ടു പോവാൻ സാധിക്കാതെ വരുമ്പോ, അതാണ് പ്രഹ്ലാദ ചരിത്രത്തിന്റെ സെന്റർ. ഭഗവാന്റെ അടുത്ത് ചെന്ന് പറയുന്നു ദേവന്മാർ, ഭഗവാനെ, ലോകത്തിൽ ഒരു രക്ഷയില്ല, ഹിരണ്യകശിപു എല്ലാത്തിനെയും നശിപ്പിച്ചിരിക്കുന്നു. ഭഗവാനോട് ചെന്ന് ദേവന്മാർ പറഞ്ഞതാണ്, ഹിരണ്യകശിപു എല്ലാത്തിനെയും പിടിച്ചടക്കിയിരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ കഥയായിട്ട് നോക്കിയാൽ മനസ്സിലാവില്ല. ദേവന്മാർ എന്ന് വെച്ചാൽ പ്രകൃതിയിലുള്ള എലമെന്റ്സ് ആണ്, ഭൂതങ്ങളാണ്. ജലവും അഗ്നിയും വായുവും പ്രപഞ്ചത്തിന്റെ ദിഗ്ദേവതകളും ഒക്കെ ഇവിടെ ഉണ്ട്. ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ സ്വതന്ത്രമായി നമ്മളെക്കാളും ബുദ്ധിയും ജ്ഞാനശക്തിയും പരിപാലന ധർമ്മവും ഒക്കെ ഉണ്ട്. ഇതൊന്നും നമുക്ക് കാണാനുള്ള ശക്തിയില്ല, അത്രയേ ഉള്ളൂ. ആ ദേവതകൾ ഭഗവാനോട് ചെന്ന് പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ അവരുടെയൊക്കെ കേന്ദ്രമായ വസ്തുവിനോട് തപസ്സുകൊണ്ട് യാചിക്കുകയാണ്, ഞങ്ങൾക്കൊന്നും ഇരിക്കപ്പെടുത്തിയില്ല. ഇയാൾ എല്ലാ ലോകവും പിടിച്ച് തന്റെ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇയാൾ ആരാണ്? ഈ ഹിരണ്യകശിപു. പച്ചയ്ക്ക് പറഞ്ഞാൽ ആധുനിക ശാസ്ത്രമാണ്. എല്ലാത്തിനെയും ഹാമ്പർ ചെയ്തിരിക്കുകയാണ്, എല്ലാത്തിന്റെ ഉള്ളിലേക്കും കൈകടത്തുകയാണ്. അതിൽ പരിശുദ്ധമായ മോട്ടീവുമില്ല. എല്ലാത്തിനും ഭൂമിയെ തുറന്നുകൊണ്ടുപോവാണ് ഉള്ളിലേക്ക്. ഇപ്പൊ 2000 കിലോമീറ്ററോ മറ്റോ തുറക്കാൻ പോണു അത്ര ഭൂമി ഉള്ളില്, സമുദ്രത്തിന്റെ ഉള്ളില്. എന്തിനാന്ന് വെച്ചാൽ ഭൂമിയെ ഗവേഷണം ചെയ്യാൻ. എന്താവും? ഇത്തിരി ബുദ്ധിയുള്ള ആൾക്കറിയാം ദ്രോഹമാണതെന്ന്. ആകാശത്തിൽ മുഴുവൻ പല സാധനങ്ങളും കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെയൊക്കെ നമ്മള് വലിയ കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് കൈകൊട്ടുകയാണ്, എന്തോ വലുതായിട്ട് ചെയ്ത പോലെ. ഇങ്ങനെ അന്തരീക്ഷത്തിന്റെ താളം മുഴുവൻ തെറ്റിക്കുകയും പർവ്വതങ്ങളൊക്കെ JCB വെച്ച് ഇടിച്ചു പൊടിച്ചു പരത്തി കെട്ടിടങ്ങളായി പൊന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ കഴിയുമ്പോൾ പ്രകൃതി ആകെപ്പാടെ താളം തെറ്റി കഴിയുമ്പോൾ മനുഷ്യൻ അംഗീകരിച്ചിരിക്കുന്ന ജീവിത പദ്ധതിക്കും സ്വഭാവത്തിനും ഒക്കെ മാറ്റം വന്നിരിക്കുകയാണ്. നമ്മൾക്ക് ഈ കൊച്ചിയിൽ മട്ടാഞ്ചേരിയില് അഗ്രഹാരപ്രതീതിയുള്ള ഇവിടെ ഇരുന്നാൽ മനസ്സിലാവില്ല. ബോംബെയിലും അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് ന്യൂസ് പേപ്പറും ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക, ആളുകളുടെ മനസ്സ് പോണ പോക്ക് കാണാം. ആധുനിക ജനതയുമായി അല്പം ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക, അവരുടെ ബുദ്ധി പോണ പോക്ക് കാണാം. അതായത് കടയ്ക്ക് മഴുവയ്ക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ബുദ്ധിയുടെ മണ്ഡലത്തിൽ നടന്നിട്ടാണ് സ്ഥൂലമണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെടുക. ബുദ്ധിയുടെ മണ്ഡലത്തിൽ അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. എന്ന് വെച്ചാൽ പരിശുദ്ധി എന്നുള്ളത് പഴഞ്ചൻ സമ്പ്രദായമാണെന്നും തോന്നിയ പോലെ നടക്കുന്നതാണ് ബുദ്ധിയെന്നും ആളുകളുടെ ഉള്ളിൽ ഇഞ്ചക്ഷൻ ചെയ്ത് കയറ്റുക. ഇനി ഇതൊക്കെ ചെയ്തിട്ടും പഴയ സമ്പ്രദായം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവരെ പിടിച്ചടക്കാൻ ജനിച്ച ഉടനെ ചിലതൊക്കെ കുത്തിക്കയറ്റിയിട്ട് മാറ്റാനും ഒക്കെ തീരുമാനമുണ്ട്. എന്നുവെച്ചാൽ അവർ വിചാരിച്ചാൽ പോലും പവിത്രമായിട്ടും തപസ്സോടുകൂടിയും ഭഗവതാരാധനയോടുകൂടിയും ശുദ്ധമായിട്ടും ഇരിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള സമ്പ്രദായത്തിനാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുട്ടികളെയൊക്കെ പഠിക്കാൻ സ്കൂളിലേക്കൊക്കെ അയക്കണത്. ഇതാണ് ധർമ്മഗ്ലാനി എന്ന് പറയുന്നത്. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം ഇത്രയേ ഉള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഫ്ലൈറ്റിൽ പോകുമ്പോ ഒരാൾക്ക് പുറത്ത് ചാടാൻ പറ്റില്ല. ഫ്ലൈറ്റ് തലകീഴാവുമ്പോ എല്ലാം കൂടെ പോകുവന്നെ. ആ സ്ഥിതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ആരാണോ ഇതിന് സകലത്തിനും മൂലകാരകനായിട്ടുള്ളത്, ഋഷികൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാതെയാണല്ലോ ഋഷികൾ ഭഗവാനെ വിളിക്കണത്. അവർക്ക് താപം മാത്രമാണ് ഉള്ളിൽ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഭഗവാനെ. സഹജമായിട്ട് വേണമെങ്കിൽ പോലും ആ മാർഗത്തിൽ സഞ്ചരിക്കാൻ പറ്റില്ലല്ലോ ഭഗവാനെ. എവിടെയാ അതിന് സ്വാതന്ത്ര്യം? അപ്പോഴാണ് എല്ലാ ദേവതകളും പോയി ഭഗവാന്റെ മുമ്പിൽ ചെന്ന് യാചിച്ചു എന്ന് പറയണത്. ഹിരണ്യകശിപുവിനെ കുറിച്ച് ഭഗവാന്റെ അടുത്ത് ചെന്ന് അപേക്ഷിക്കുമ്പോ ഭഗവാൻ പറയുന്ന ഒരു വാക്കുണ്ട് ഭാഗവതത്തിൽ. ഇതൊക്കെ നമുക്ക് സിനിമയും മറ്റുമൊക്കെ എടുത്തു കഴിയുമ്പോ നമ്മളുടെ മനസ്സിൽ വരുന്ന ഭാവന, വൈകുണ്ഠത്തിൽ പോയി അവിടെ ഒരു സ്ക്രീൻ തുറന്നു, അവിടെ വിഷ്ണു കടക്കുന്നു, ഇവരൊക്കെ പോയി ഓരോരുത്തർ ഓരോ വേഷം കെട്ടി നിൽക്കണ ഭാവനയൊക്കെ വരും. പക്ഷെ താത്വികമായി അറിഞ്ഞാൽ സകല പ്രാണികളും യാചിക്കുമ്പോ ഭഗവാന്റെ വചനം, എന്തിന് വിഘ്നം വരുന്നതും ഞാൻ സഹിച്ചുകൊള്ളാം, കുറെ കാലം ഇതൊക്കെ പോട്ടെ. പ്രഹ്ലാദായ യഥാ ദൃഹ്യേത് ഹനിഷ്യേപി വരോർജിതം. അവൻ വരം വാങ്ങിച്ചിട്ടുണ്ട്.
അവനെ അകത്തു കൊല്ലാൻ പറ്റില്ല, പുറത്തു കൊല്ലാൻ പറ്റില്ല എന്നുള്ള വരവൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോഴാണോ ഇവൻ പ്രഹ്ലാദന്റെ മേലെ കൈവയ്ക്കണത്, പ്രശാന്തായ സ്വസുതായ മഹാത്മനെ എന്നുവെച്ചാൽ അധ്യാത്മജീവിതത്തിൽ തടസ്സം വരുമ്പോ, മഹാത്മാക്കളുടെ ജീവിതത്തിനും സാധുക്കളുടെ ജീവിതത്തിനും ഭഗവാന് ശരണാഗതി ചെയ്തിട്ടുള്ള സാധുക്കളുടെ ജീവിതത്തിനും വിഘ്നം വരുമ്പോ അപ്പൊ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്ന്. അപ്പോഴാണ് പ്രപഞ്ചത്തിന്റെ അന്തരാത്മാവ് ഇളകുന്നത്. അപ്പോഴാണ് ഭഗവാന് അവതാരമെടുക്കേണ്ടി വരുന്നത്. അതാണ് അവതാരത്തിന്റെ ഘട്ടം. അപ്പൊ ധർമ്മഗ്ലാനി മൂർച്ഛിക്കുമ്പോ, ധർമ്മമനുസരിച്ച് ജീവിക്കാൻ സമ്മതിക്കാതെ വരുമ്പോ, അപ്പൊ ഭഗവാന് വരാതിരിക്കാൻ നിവൃത്തിയില്ല. സ്വേച്ഛയാ എത്രയോ ആളുകളുടെ ഉള്ളിൽ ഈ ഭഗവാൻ ഉണ്ടല്ലോ, ഭഗവാൻ എവിടുന്നോ വരുമല്ല. എത്രയോ ആളുകളുടെ ഉള്ളിൽ ഈ അന്തര്യാമി, എത്രയോ ആളുകളുടെ ഉള്ളിലുണ്ടായ സമ്മർദ്ദത്തിന്റെ ഫലമായി, ദുഃഖത്തിന്റെ ഫലമായി, പ്രാർത്ഥനയുടെ ഫലമായി, കരച്ചലിന്റെ ദുഃഖത്തിന്റെ വിഷമത്തിന്റെ ഫലമായി പ്രത്യേക ഒരു രൂപം ധരിച്ച് ഇവരുടെ ഒക്കെ തപസ്സിനെ തന്നെ കൈവശം എടുത്തുകൊണ്ട് പുറത്തു വരും. സ്വേച്ഛോപാത്ത പൃഥക് വപുഹു. അങ്ങനെയാണ് മൂർത്തിമദ്ഭാവം, മൂർത്തരൂപം പൂണ്ട് പുറത്തു വരുന്നത്. അതാണ് അടുത്ത ശ്ലോകം നോക്ക, പ്രസിദ്ധമായ ശ്ലോകം.